വന്നേ. മോളെ വാ വാ. ആന്റി വിഷമിക്കരുതെന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് ഇങ്ങനെ ചിരിച്ചു കാണിക്കാനായിരുന്നോ? എന്റെ ആന്റി അവിടെ നിന്ന് ഇതുപോലെ മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റുമോ? ആന്റിയുടെ ഉള്ളിൽ എത്രത്തോളം സന്തോഷമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ചിരിക്കാൻഡി. നിധിയുടെ കുഞ്ഞിനെ നശിപ്പിക്കുന്നതിനപ്പുറം ചിലതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് ജ്യോതി ആന്റി പറഞ്ഞപ്പോ ഞാൻ ഇത്ര ഒന്നും പ്രതീക്ഷിച്ചില്ല. ഇതൊരുമാതിരി ഒടുക്കത്തെ കളിയായി പോയി. അയ്യോ, എനിക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ. അയ്യോ എടി മതി നിർത്താൻ. ഇതോടുകൂടി നിധി എന്ന ചാപ്റ്റർ ക്ലോസ് ആവാൻ പോവാണ്. അറിയാലോ, അടുത്ത ഊഴ നിന്റേതാ. ഈ ചൂട് ആറിപ്പോവരുത്. നിധിയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടുവെന്നും അവൾ ഒരിക്കലും ഒരു അമ്മയാവില്ല എന്നും അറിഞ്ഞ് ഷോക്കായി നിൽക്കുന്ന കുടുംബത്തിലേക്ക് നിന്റെ ഭാഗത്തുനിന്നൊരു സന്തോഷ വാർത്ത കൊടുക്കണം. നീ ഒരു അമ്മയാവാൻ പോകുന്നു എന്നുള്ള വാർത്ത. അങ്ങനെ ഉണ്ടായാൽ പിന്നെ കളി അങ്ങ് മാറും. പന്ത് നമ്മുടെ കോർട്ടിൽ വരും. നീയും ഞാനും തീരുമാനിക്കുന്നതാവും പിന്നെ ഇവിടെ നടക്കുന്നത്. മനസ്സിലായോ നിനക്ക്? മനസ്സിലായ ആന്റി. ഇനി ഒട്ടും വൈകാതെ തന്നെ ആന്റിയുടെ ആഗ്രഹം ഞാൻ നടത്തിയിരിക്കും. എന്തായാലും ഞാൻ ജ്യോതി ആന്റി ഒന്ന് വിളിക്കട്ടെ. ഒന്ന് അഭിനന്ദിക്കണം. അമ്മാതിരി ഐഡിയയില് വർക്കൗട്ട് ആക്കിയിരിക്കുന്നേ. ഇപ്പൊ വരട്ടെ.